എന്ത് ക്യൂട്ടാണ് ഈ കുഞ്ഞിപ്പെണ്ണ്. കർത്താവേ, ഇവളെന്നെ വഴിതെറ്റിക്കുന്ന തോന്നുന്നേ. സഞ്ജുവിന്റെ ആത്മാ. സാർ. തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരിക്കുന്ന സഞ്ജുവിനെ രണ്ടും കൽപ്പിച്ച് അവൾ വിളിച്ചു. അവളുടെ വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അവളുടെ സാറെന്നുള്ള വിളി അവൻ അത്ര അങ്ങോട്ട് പിടിച്ചില്ല. അവൻ അവളെ കോർപ്പിച്ചു നോക്കി. ദേ പെണ്ണെ, മേലിൽ നിന്ന് സാറേന്ന് വിളിച്ചേക്കല്. കുറച്ചു നേരമായി തുടങ്ങിയിട്ട് അവളുടെ ഒരു സാറ്. ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. മാത്രമല്ല, ഞാൻ നല്ല ഒന്നാം തരം കാഞ്ഞിരപ്പള്ളി അച്ചായനുമാണ്. മര്യാദക്ക് ഇച്ചായ എന്ന് വിളിച്ചോണം കേട്ടോടി. സഞ്ജു പെട്ടെന്ന് ദേഷ്യപ്പെട്ടപ്പോ അവൾ ആകെ പേടിച്ചുപോയി. അവൾ അവന്റെ മടിയിൽ നിന്ന് എണീക്കാനാഞ്ഞു. അത് മനസ്സിലാക്കി സഞ്ജു പിന്നെയും കലിപ്പായി. എങ്ങോട്ടാടി എണീച്ചു പോകുന്നേ? അവിടെ ഇരുന്നോണം. ഞാൻ പറയാതെ എങ്ങനെ എന്റെ മടിയിൽ നിന്ന് എണീറ്റ? സഞ്ജുവിന്റെ ഭീഷണിയിൽ അവൾ അവന്റെ മടിയിൽ തന്നെ ഇരുന്നു. പേടിച്ചിട്ട് അവളെ ആകെ വിറയ്ക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്ന് മറയ്ക്കാൻ എന്നോണം അവൾ തലകുനിച്ചിരുന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് സഞ്ജുവും വല്ലാതെയായി. ഇനി സാറേന്ന് വിളിക്കാണ്ടിരിക്കാൻ ഒന്ന് പേടിപ്പിച്ചതാണ്. പക്ഷെ അവൾ കരയുമെന്ന് അവനും കരുതിയില്ല. അവൻ അവളുടെ മുഖം ഇരു കൈകളാലും കോരിയെടുത്തു. എന്നിട്ട് തന്റെ തള്ളവിരൽ കൊണ്ട് അവളുടെ കണ്ണുനീര് തുടച്ചു കൊടുത്തു. അവനപ്പോൾ ആ കുഞ്ഞിപ്പെണ്ണിനോട് അതിയായ വാത്സല്യം തോന്നി. എന്തിനാടാ എന്റെ കുഞ്ഞു കരയുന്നേ? ഇച്ചയും ചുമ്മാ ഒന്ന് പേടിപ്പിച്ചതല്ലയോ? ഇതൊരു മാതിരി. അയ്യേ, നീ ഇപ്പൊ പണ്ടത്തെ ഗീതിക വിശ്വേശ്വരയ്യറല്ല, പാലക്കിലെ സഞ്ജയുടെ പെമ്പറന്നോത്തിയാണ്. ഇങ്ങനെ തൊട്ടേനും പിടിച്ചതിനുമൊക്കെ കരഞ്ഞു വിളിച്ച് എന്റെ മാനം കളയല് കേട്ടോ. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുവാണ്. അവൾക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത്രയും നേരം തന്റെ ഉള്ളിലുണ്ടായിരുന്ന സങ്കടം എങ്ങോ പോയി മറയുന്നത് അവൾ അറിഞ്ഞു. അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവന് തന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവന്റെ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെന്ന് അവൾ ഓർത്തു. എന്താടാ ഇങ്ങനെ നോക്കുന്നേ? ഇനി ഈ കണ്ണുകൾ ചുമ്മാ നിറയ്ക്കരുത് കേട്ടോ, സഞ്ജു പറഞ്ഞു. അതിന് മറുപടിയായി അവൾ അവന് മനസ്സ് നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. ആ, എന്താ ചെയ്യലെന്ന് നോക്കി. ഇനി എന്നും ഇങ്ങനെ ചിരിച്ചു കണ്ടാ മതി നിന്നെ എനിക്ക്. ഇനി ഐശ്വര്യമായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് വിളിച്ച്. സഞ്ജു അല്പം കുറുമ്പോടെ അവളോട് പറഞ്ഞു. ഇച്ഛാ. അവന്റെ ആവശ്യം നിരസിക്കാൻ അവൾക്കായില്ല. അപ്പോൾ അങ്ങനെ വിളിക്കാനാണ് അവൾക്ക് തോന്നിയത്. അത് കേൾക്കെ സഞ്ജുവിന്റെ മുഖവും വിടർന്നു. കൊള്ളാലോ, ഈ വിളി കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെ വിളിച്ചോണം കേട്ടോ, ഓക്കെ അല്ലേ? സഞ്ജു ചോദിച്ചു. വിളിച്ചോളാം അച്ഛാ, ഗീതു പറഞ്ഞു. സഞ്ജുവിന് അവളുടെ ആ വിളി ഒരുപാട് ഇഷ്ടമായി. അവനൊരു പുഞ്ചിരിയോടെ ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇത്തവണ അവളും അവനോട് ചേർന്നിരുന്നു. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണേ, സഞ്ജു അവളോടായി പറഞ്ഞു. അവൾ അവനെ കാതോർത്തിരിക്കുകയാണ്. നിനക്കറിയാലോ കുഞ്ഞ്, നമ്മുടെ കല്യാണം അപ്രതീക്ഷിതമായി നടന്ന ഒന്നാണെന്ന്. ഇന്നലെ ഈ സമയത്ത് എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നീ എന്റെ ഭാര്യയാണ്. ഞാൻ താലി കെട്ടി സ്വന്തമാക്കിയ പെണ്ണ്. വിവാഹത്തെ ഒരിക്കലും തമാശയെ കാണുന്ന ആളല്ല ഞാൻ. എന്നെ സംബന്ധിച്ച് വിവാഹം എന്നത് ഒരു വാഗ്ദാനമാണ്. നിന്റെ കഴുത്തിൽ താലി ചാർത്തുമ്പോൾ ഞാൻ എന്റെ മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. എന്റെ അവസാന ശ്വാസം വരെ എന്റെ ഉയിരിനും ഉടലിനും ഉടമയായി നീ മാത്രമേ ഉണ്ടാവൂ എന്ന്. ഇനിയുള്ള ജീവിതത്തിൽ നിന്റെ സുഖത്തിലും ദുഃഖത്തിലും താങ്ങായി തുണയായി നിന്റെ കൂടെ ഞാനുണ്ടാകുമെന്ന്. ഇന്ന് ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് നിന്നോട് എനിക്ക് ദേഷ്യമാണെന്നല്ലേ നീ കരുതിയത്? ഞാൻ എന്തിനാ നിന്നോട് ദേഷ്യപ്പെടുന്നത്? ഇന്നവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്നെ പോലെ തന്നെ നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ നിന്നെ കെട്ടാൻ സമ്മതിച്ച് നിന്റെ അമ്മായിയുടെ പെർഫോമൻസ് കണ്ടതുകൊണ്ടൊന്നുമല്ല, കുറ്റബോധം കൊണ്ടുമല്ല. എന്തോ നിന്നെ വിട്ടുകളയാൻ തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ വിവാഹം നടന്നത്. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിനും ഒരിക്കലും ഞാൻ തയ്യാറാകില്ല. ആരുടെ മുമ്പിലായാലും എന്റെ സ്റ്റാൻഡ് എന്താണെന്ന് പറയാനും അതിൽ ഉറച്ചു നിൽക്കാനും എനിക്കറിയാം. അതുകൊണ്ട് നീ കാരണം എന്റെ ജീവിതം പോയി എന്നുള്ള തോന്നലൊക്കെ മനസ്സിൽ നിന്നെടുത്തങ്ങ് കളഞ്ഞേക്ക്. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഒരു വ്യക്തിയുടെ യോഗ്യത നിർണ്ണയിക്കുന്നത് ഒരിക്കലും അവരുടെ സമ്പത്തോ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല, മറിച്ച് അവരുടെ പ്രവൃത്തികളാണ്. എന്റെ ഭാര്യയായിരിക്കാൻ നീ യോഗ്യയാണെന്ന് തെളിയിക്കേണ്ടത് നിന്റെ പ്രവൃത്തികളിലൂടെയാണ്. അതുപോലെ നിന്റെ ഭർത്താവായിരിക്കാൻ ഞാൻ യോഗ്യനാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ കടമയാണ്. എല്ലാം കൊണ്ട് യോജിച്ച ബന്ധമാണെന്ന് പറഞ്ഞ് നടത്തുന്ന എത്ര വിവാഹങ്ങളാണ് ഡിവോഴ്സിലെത്തുന്നത്? നിന്നെ എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞാൻ. എനിക്കിപ്പോൾ നിന്നോട് തോന്നുന്ന പ്രണയമാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. കാരണം നമ്മൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. നിന്നോട് എനിക്ക് വാത്സല്യമുണ്ട്, കരുതലുണ്ട്, ഇഷ്ടമുണ്ട്. പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ നിന്നെ എന്റെ പെണ്ണായി സ്വീകരിച്ചത്. അതുകൊണ്ട് വേണ്ടാത്ത ചിന്തകളൊന്നും നിനക്ക് വേണ്ട കേട്ടോ. എന്റെ വാരിയൽ കൊണ്ട് ദൈവം തമ്പുരാൻ പടച്ചുവിട്ടത് നിന്നെയാ. അതുകൊണ്ടാ വഴി തെറ്റാതെ എന്റെ അടുക്കലേക്ക് തന്നെ നിന്നെ എത്തിച്ചത്. നിനക്ക് 19 വയസ്സും എനിക്ക് 25 വയസ്സമേ ആയിട്ടുള്ളൂ. സമയം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ? പുതിയ ജീവിതവുമായി പൊരുത്തപ്പെട്ടു വരാൻ നമ്മൾ രണ്ടാൾക്കും കുറച്ച് സമയം ആവശ്യമാണ്. ഇതുവരെ നടന്ന പോലെ അല്ലല്ലോ ഇനി അങ്ങോട്ട്. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കി നമുക്ക് ജീവിച്ചു തുടങ്ങാമേ. ഒരു വാക്ക് ഞാൻ തരാം, ഇനി ഒരിക്കലും തനിച്ചാക്കില്ല നിന്നെ. നിന്റെ ഭർത്താവ് എന്നതിനൊപ്പം നല്ലൊരു സുഹൃത്തായി കൂടെ ഉണ്ടാകാനാ എനിക്കിഷ്ടം.
പ്രണയം എന്നൊരു വികാരം കൊണ്ട് മാത്രമേ നിന്നെ ഞാൻ പൂർണ്ണമായി എന്റേതാക്കുകയുള്ളൂ. അവന്റെ വാക്കുകൾ അവളെ അത്ഭുതപ്പെടുത്തി. തന്റെ ഉള്ളിലെ ആശങ്കകൾക്കുള്ള ഉത്തരമാണ് അവനിപ്പോ പറഞ്ഞ ഓരോ വാക്ക്. മനസ്സ് തണുത്ത പോലെ. അവൾ അവനെ നോക്കി മനസ്സ് നിറഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. എന്താടി കുഞ്ഞിപ്പെണ്ണെ ഇങ്ങനെ നോക്കുന്നത്? ഇപ്പൊ എന്നോടുള്ള പേടിയൊക്കെ പോയോ? സഞ്ജു കുസൃതിയോടെ ചോദിച്ചു. ഇപ്പൊ എനിക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഇന്നേ വരെ എനിക്ക് അന്യമായിരുന്ന സ്നേഹം, കരുതൽ എല്ലാം കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമാ. ഒരുപാട് നന്ദിയുണ്ട്. അവൾ നിറകണ്ണുകളോടെ അവന് മുമ്പാകെ കൈകൾ കുപ്പി. അവൻ അവളുടെ കൈകൾ തന്റെ കൈകൾക്കുള്ളിലായി പൊതിഞ്ഞു പിടിച്ചു. ഇനി ഇരുന്ന് മോങ്ങ നീ എന്റെ മറ്റൊരു മുഖം കാണും. കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഇനി ഇച്ച ചോദിക്കുന്നതിനൊക്കെ എന്റെ കുഞ്ഞ് ഉത്തരം പറയണം കേട്ടോ, സഞ്ജു പറഞ്ഞു. ഗീതു സമ്മതം എന്നോണം തലയാട്ടി. സഞ്ജു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചിട്ട് അവളുടെ കൈകളെ ഒന്നുകൂടെ മുറുകെ പിടിച്ചു. ഇന്നലെ രാത്രി ശരിക്കും എന്നതാ കുഞ്ഞാ സംഭവിച്ചേ? നീ എങ്ങനെ ആ റൂമിലെത്തിയത്? സഞ്ജു അത് ചോദിച്ചതും അവളുടെ മുഖത്ത് അത്രയും നേരമുണ്ടായിരുന്ന ചിരി പതിയെ മാഞ്ഞു. ഗീതുവിന്റെ ഓർമ്മയിൽ തലേ ദിവസത്തെ കാര്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. അതോർക്കെ അവളുടെ ശരീരമാകെ വിറപൂണ്ടു. തൽഫലം എന്നോണം അവനുള്ളിലെ അവളുടെ പിടിമുറുകിക്കൊണ്ടിരുന്നു. നീ ഒറ്റയ്ക്കല്ല, ഞാനുണ്ട് കൂടെ എന്ന് പറയാതെ പറയും പോലെ അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അയാള് ചീത്തയച്ച ഇച്ചയ്ക്കറിയോ നിക്ക് അയാളെ എന്ത് കാര്യമായിരുന്നു? മുറച്ചെറുക്കനാണെങ്കിലും നിക്ക് എന്റെ സ്വന്തം ഏട്ടനെ പോലെയായിരുന്നു. നിക്ക് വേറെ സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അയാൾ എന്നോട് മിണ്ടുന്നതെന്നും. അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അധികം സംസാരിക്കാനൊന്നും പോകില്ലായിരുന്നു. എനിക്ക് 18 വയസ്സ് പൂർത്തിയായപ്പോൾ പാട്ടമ്മ എന്റെ വേളി നിർത്താൻ തീരുമാനിച്ചു. അപ്പോഴാണ് എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് അയാൾ പാട്ടമ്മയോട് പറയുന്നത്. പാട്ടമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ എപ്പോഴും പാട്ടമ്മയുടെ മുമ്പിൽ തന്നെ ഉണ്ടാകുമല്ലോ. അത് മാത്രമല്ല, എല്ലാവർക്കും അയാളെപ്പറ്റി നല്ല അഭിപ്രായമാണ്. അത്തയ്ക്ക് ഞാനുമായുള്ള ബന്ധത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അയാൾ നിർബന്ധം പിടിച്ചപ്പോൾ വേറെ വഴിയൊന്നുമില്ലാതെ അവരവസാനം സമ്മതിച്ചതാ. പക്ഷെ എനിക്കിഷ്ടല്ലായിരുന്നു അയാളുമായുള്ള വേളിക്ക് സഹോദരനെ എങ്ങനെ ഭർത്താവായി കാണുക. അതോർത്ത് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ പാട്ടിയമ്മയുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഞാൻ സമ്മതം പറഞ്ഞത്. പക്ഷെ അയാളുടെ സ്വഭാവം ഇന്നലെയാ എനിക്ക് ശരിക്കും മനസ്സിലായി. അവളുടെ ഓർമ്മ കഴിഞ്ഞ രാത്രിയിലേക്ക് പോയി. ഏതു കുഞ്ഞുനാൾ മുതലേ അവൾക്ക് സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവളുടെ അമ്മയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അവൾക്ക്. പതിവ് പോലെ തന്റെ മേശമേൽ വെച്ചിരുന്ന അമ്മയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുമായിരുന്നു ഗീതു. വേറെ നിലത്ത് ഭിത്തിയോട് ചേർന്ന് ചുരുണ്ടുകൂടി ഇരിക്കുവാണവൾ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. അമ്മ, ഗീതുവിന് ഈ വേളി വേണ്ടമ്മ. കാർത്തിയേട്ടൻ എന്റെ സഹോദരനല്ലേ. ഞാൻ എങ്ങനാ ഏട്ടനെ ഭർത്താവായി കാണുക? എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പറ്റണില്ല. ഈ വിവാഹം നടന്നാൽ അത് വലിയ പാപമായി പോകും. അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ എനിക്ക് വയ്യമ്മ. പക്ഷെ ഞാൻ ഇതിനെതിരെ നിന്നാൽ പാട്ടിയമ്മയ്ക്ക് ഒത്തിരി സങ്കടവും. പാട്ടിയമ്മയെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. അവൾ തന്റെ മുട്ടുകാലിൽ മുഖം പൂഴ്ത്തി ആർത്തു കരഞ്ഞു. പെരുമാളെ, എന്നും നിന്റെ മുമ്പിൽ അന്ന് കൈകൂപ്പുന്നവളല്ലേ ഞാൻ. എനിക്ക് മാത്രം എന്തിനാ ഈ വിധി? നിനക്കും എന്റെ കണ്ണീര് കാണുന്നതാണോ ഇഷ്ടം? ഇങ്ങനെയിട്ട് അനുഭവിപ്പിക്കാതെ നിന്റെ അടുത്തേക്ക് എന്നെ വിളിച്ചൂടെ? തന്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ അവൾ പരിഭവമായി പറഞ്ഞു തീർക്കുകയാണ്. ഏങ്ങലടിച്ച് കരഞ്ഞു കരഞ്ഞ് അവൾക്ക് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നി. പെട്ടെന്നാണ് വാതിലിൽ ശക്തമായ മുട്ട് കേൾക്കുന്നത്. അവൾ വേഗം നിലത്തുനിന്ന് എഴുന്നേറ്റ് തന്റെ ധാവണിത്തുമ്പ് കൊണ്ട് മുഖം തുടച്ചു. അവളുടെ കണ്ണുകൾ ചുമരിലെ ക്ലോക്കിലേക്ക് നീണ്ടു. സമയം 11 മണി കഴിഞ്ഞിരുന്നു. അവൾ പതിയെ ഡോറിനടുത്തേക്ക് ചെന്നു. ആരാ? വാതിൽ തുറക്കുന്നതിന് മുമ്പ് അവൾ പുറത്തു നിൽക്കുന്ന ആളോട് ചോദിച്ചു. പക്ഷെ മറുപടി ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൾ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് നല്ല ഭയം തോന്നുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് അവൾ ആശ്വാസത്തോടെ തന്റെ കട്ടിനരികിലേക്ക് നടന്നു. പക്ഷെ പെട്ടെന്നാണ് വാതിൽ ശക്തമായി തുറക്കപ്പെട്ടത്. ഇത് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ തന്നെ നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ നിൽക്കുന്ന കാർത്തിക് കണ്ട് ഗീതുവിന്റെ കണ്ണു മിഴിഞ്ഞു. അവന്റെ ഇങ്ങനൊരു ഭാവം ആദ്യമായിട്ടായിരുന്നു അവൾ കാണുന്നത്. അവന്റെ നോട്ടം തന്റെ ശരീരത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ ഗീതു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ ഉരുണ്ടുകൂടി. എന്തിനാ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? പോ, ഇവിടെ പോ, ഇല്ലേ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും, ഗീതു പറഞ്ഞു. അതെങ്ങനെയാ മോളെ ശരിയാകുന്നത്? ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് കാണാൻ വന്നതല്ലേ. വന്ന സ്ഥിതിക്ക് നിന്നെ വിശദമായി കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. അവന്റെ ശബ്ദം കുഴയുന്നുണ്ടായിരുന്നു. അവൻ ആടി അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. അവന്റെ കണ്ണുകൾ അവളുടെ ശരീരത്തെ കൊത്തി വലിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവന്റെ ആ നോട്ടത്തിൽ ശരീരമാകെ പുഴുവരിക്കുന്ന പോലെ തോന്നി. അവൾ അറപ്പോടെ മുഖം തിരിച്ചു. അവനിൽ നിന്ന് മദ്യത്തിന്റെയും സിഗരറ്റിന്റെയും രൂക്ഷഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അത് കാണെ അവന്റെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. നീ എവിടെ വരെ പോകും? മടിച്ചു നിൽക്കാതെ ഇങ്ങ് വാ മോളെ. ഞാൻ നിന്നെ നന്നായി ഒന്ന് സ്നേഹിക്കട്ടെ. എത്ര നാളായിട്ടുള്ള മോഹമാണെന്നോ നിന്റെ ഈ ശരീരത്തോട്.
നീ ഇങ്ങനെ ചുവന്ന തൊടുത്ത് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്നിലെ പുരുഷനുണരും. എന്ത് ചെയ്യും? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നല്ലവനായ ഉണ്ണിയായതുകൊണ്ട് എന്റെ തനിക്കുണം കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് നിന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ കിളവിയോട് വന്ന് പറഞ്ഞത്. അത് നിന്നെ കെട്ടിക്കൊണ്ടുപോയി കുടുംബത്തെ വാഴിക്കാനുള്ള മോഹം കൊണ്ടൊന്നുമല്ല. എനിക്ക് മതി വരുവോളം നിന്റെ ശരീരത്തിലെ ഓരോ അണുവിനെയും ആസ്വദിക്കണം. നിന്നെ പിഴിഞ്ഞെടുക്കണം എനിക്ക്. എന്റെ കൈ കിടന്ന് നീ പിടയും. ഓർക്കുമ്പോ തന്നെ കൊതിയാവുന്നു. എന്റെ ആവശ്യം കഴിഞ്ഞ പിന്നെ നിന്നെ എനിക്കെന്തിനാ? അതുകൊണ്ടാ മുത്തുപ്പാണ്ടി ചെട്ടിയരുമായി ഞാൻ നിന്റെ കച്ചവടം ഉറപ്പിച്ചത്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നിനക്ക് നല്ല ഡിമാൻഡാ. 10 ലക്ഷമാണ് ഇപ്പോഴത്തെ നിന്റെ വില. എന്റെ ആവശ്യം കഴിഞ്ഞ് നിന്നെ ഞാൻ അയാൾക്ക് കൊടുക്കും. ചെവി അറിയാതെ അയാൾ നിന്നെ കാമാത്തിപുരത്തേക്ക് കൊണ്ടുപോയിക്കോളും. പിന്നെ നിന്നെ ആരും കാണില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ നീ എന്നെ ചതിച്ച് കാമുകന്റെ കൂടെ ഒളിച്ചോടിന്ന് ഞാൻ അങ്ങ് വരുത്തി തീർക്കും. അതുകൊണ്ട് ഗുണം 2 ആണ് കേട്ടോ. 1, നീ ഇല്ലാതായ ഈ വീട് സ്ഥലവുമെല്ലാം എനിക്ക് സ്വന്തമാകും. നല്ല വില തന്ന് ഇതെടുക്കാൻ വെങ്കിയണ്ണം തയ്യാറാ. പിന്നെ 2ാമത്തെ കാര്യം, ഞാൻ മറ്റൊരാളുമായി റിലേഷൻഷിപ്പിലാണ്. അവൾക്കാണെ ഒരു കുട്ടിയുണ്ട്. ഈ തക്കം നോക്കി അവളുടെ കാര്യം ഞാൻ അങ്ങ് അവതരിപ്പിക്കും. നിന്നോടുള്ള ദേഷ്യത്തിൽ ആ കിളവി തന്നെ എന്റെ ഇഷ്ടം നടത്തി തരും. അവൻ പറയുന്നതൊക്കെ കേട്ട് ഗീതുവാകെ സ്തംഭിച്ചു നിൽക്കുവാണ്. ഇയാൾ ഇത്ര നീചനായിരുന്നു. ഗീതുവിന് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ഇയാളുടെ കയ്യിൽപ്പെട്ട തന്റെ ജീവിതം അവിടെ അവസാനിക്കുമെന്ന് അവൾക്ക് ഇതിനോടകം തന്നെ ബോധ്യമായിരുന്നു. എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നായി അവളുടെ ചിന്ത. അവൾ ഒരു സഹായത്തിന് ചുറ്റും നോക്കി. അപ്പോഴാണ് തന്റെ അടുത്തുള്ള ടേബിളിലിരിക്കുന്ന കത്രിക അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷെ അതെടുക്കും മുമ്പേ അവൻ അവളുടെ അടുത്തെത്തിയിരുന്നു. അവളുടെ ഇരുവശങ്ങളിലുമായി കൈകൾ ഊന്നി അവളിലേക്ക് മുഖം അടുപ്പിക്കാൻ അവൻ ശ്രമിച്ചതും തന്റെ വലതു സൈഡിലിരുന്ന അവന്റെ കയ്യിൽ അവൾ അമർത്തി കടിച്ചു. അവന്റെ അലർച്ച അവിടെയാകെ മുഴങ്ങിക്കേട്ടു. മറു കൈകൊണ്ട് അവളുടെ മുടിക്കുത്തി പിടിച്ചുകൊണ്ട് അവളുടെ വായിൽ നിന്നും തന്റെ കൈകളെ അവൻ വലിച്ചെടുത്തു. പൊന്ന മോളെ, ഒറ്റയടിയായിരുന്നു ഗീതുവിന്റെ കാരണം നോക്കി. അടിയുടെ ആഘാതത്തിൽ അവൾ ഒന്ന് കറങ്ങി സൈഡിലുള്ള ടേബിളിലേക്ക് വീണു. ആ തക്ക നോക്കി അവിടെ ഉണ്ടായിരുന്ന ചെറിയ കത്രികയെടുത്ത് തന്റെ കൈപ്പിടിയിൽ പിടിക്കാൻ അവൾ മറന്നില്ല. അവൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ വലിച്ചു പൊക്കി ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. പൊന്ന മോളെ, ഈ കാർത്തിക് കൃഷ്ണ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് ഞാൻ നേടിയിരിക്കും. അവൻ അവളുടെ ചുണ്ടിലേക്ക് തന്റെ മുഖം അടുപ്പിച്ചതും തന്റെ കയ്യിൽ കരുതിയിരുന്ന ചെറിയ കത്രിക കൊണ്ട് അവന്റെ നെഞ്ചിൽ അവൾ ആഞ്ഞു കുത്തി. പച്ച മാംസത്തിലേക്ക് കത്രിക കുത്തിക്കയറിയ വേദനയിൽ അവൻ പിന്നിലേക്ക് ആഞ്ഞു. അവളിലുള്ള അവന്റെ പിടിയായിരുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൾ അവനെ നിലത്തേക്ക് തള്ളിയിട്ട് പുറത്തേക്കോടി. നിക്കടി അവിടെ! അവൻ നിലത്തു നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ അവൾ ഓടിയ വഴിയെ നോക്കി ആക്രോശിച്ചു. പുറത്തെത്തിയ ഗീതുവിന് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. അവൾ ചുറ്റും നോക്കി. അധിക ദൂരം അവനിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കണ്ട മുറിയിലേക്ക് കയറി അവൾ വാതിലകത്തു നിന്ന് പൂട്ടി. ഇരുട്ടായതിനാൽ അതിനകത്ത് മറ്റൊരാളുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. ലൈറ്റ് ഇട്ടാൽ അവൻ തന്നെ കണ്ടുപിടിക്കുമോ എന്ന് അവൾ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവൾ അതിന് മുതിർന്നില്ല. അവൾ ശബ്ദമുണ്ടാക്കാതെ ഭിത്തിയോട് ചേർന്ന് ചുരുണ്ടുകൂടിയിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ എല്ലാവരും ചുറ്റിക്കൂടി നിൽക്കുന്നതാ കണ്ടത്. ആദ്യം എനിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലായിരുന്നു. പിന്നെ അത്ത പറഞ്ഞപ്പോഴാ ഞാൻ അറിയണേ ആ മുറി ഞാൻ തനിച്ചല്ലായിരുന്നു എന്ന്. മനഃപൂർവ്വം അല്ല ഇച്ച, സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു ഇച്ച അവിടെ ഉണ്ടെന്ന്. ഇങ്ങനൊക്കെ വരുമെന്നും എനിക്കറിയില്ലായിരുന്നു. പേടിച്ചിട്ടാ ഞാൻ ഒന്നും അപ്പോൾ പറയാഞ്ഞേ. ആരും വിശ്വസിക്കില്ല എന്നെ. അയാൾ എന്നെ വിൽക്കുവച്ചേ, എന്നെ ചീത്തയാക്കും. പിന്നെ ഗീത ജീവിക്കില്ല. അവൾ അവന്റെ നെഞ്ചി വീണ് പൊട്ടിക്കരഞ്ഞു. അവന്റെ കൈകളും അവളെ വരിഞ്ഞു മുറുക്കി. സഞ്ജുവിന്റെ ഉള്ളിൽ കാർത്തിക്കിന് പച്ചയ്ക്ക് കൊളുത്താനുള്ള ദേഷ്യമുണ്ടായിരുന്നു. അവൾ പറഞ്ഞ ഓരോ വാക്കും അവൻ തന്റെ ഉള്ളിൽ കോറിയിട്ടു. അവന്റെ കണ്ണുകൾ രക്തവർണ്ണമായി. നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. നിന്റെ കളി അവസാനിച്ചു മിസ്റ്റർ കാർത്തിക് കൃഷ്ണ. ഇനി എന്റെ അവസരമാണ്. എന്റെ വാക്കുകളെ മറികടന്ന് ഒരിക്കൽ കൂടെ നിന്റെ ദൃഷ്ടി ഇവളിൽ പതിഞ്ഞ് പിന്നെ നിന്റെ വിധി നിശ്ചയിക്കുന്നത് ഈ സഞ്ജയ് പാലക്കലാകും. അതൊരിക്കലും നിന്റെ നല്ലതിനാവില്ല. സഞ്ജുവിന്റെ ആത്മകഥ. കുഞ്ഞാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി എന്റെ കൊച്ച് അതോർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ. എല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. സത്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണല്ലോ ഇന്ന് നീ എന്റെ കെട്ടിയോളായി പാലക്കൽ തറവാട്ടിൽ ഇരിക്കുന്നത്. ഇനി നിന്നെ ദ്രോഹിക്കാൻ ഒരുത്തനും വരില്ല. ആ ഉറപ്പ് ഞാൻ തരാം. അതുപോരെ. ഇപ്പൊ എന്റെ കുഞ്ഞിപ്പൊണ്ണ് കണ്ണൊക്കെ തുടച്ചിട്ട് എണീറ്റേ, നമുക്ക് കിടക്കാം. ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. ഇച്ചയ്ക്ക് രാവിലെ ഓഫീസിൽ പോകേണ്ടതാ. മോൾക്ക് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് മുഴുവൻ കരച്ചിലും പിഴിച്ചിലും അല്ലായിരുന്നു. നന്നായി ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കൊച്ചൊന്ന് ഉഷാറാകാം. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആശങ്ക അപ്പാടെ അകറ്റാൻ അവന്റെ ആ വാക്കുകൾ തന്നെ ധാരാളമായിരുന്നു. ഗീതു തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവന്റെ മടിയിൽ നിന്നും എണീറ്റു. അവൾ എണീറ്റതും സഞ്ജു സിംഗിൽ നിന്നും എണീറ്റ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി. കുഞ്ഞാ, പോയി മുഖമൊന്ന് കഴുകി വന്ന് കിടക്ക്. അവിടെയാണ് വാഷ്റൂം. റൂമിന്റെ ഒരു ഭാഗത്തേക്ക് വിരൽ ചൂണ്ടി സഞ്ജു അവളോടായി പറഞ്ഞു. സഞ്ജുവിനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് പോയി.
അവളെ നോക്കി നിന്ന സഞ്ജുവിന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ബാൽക്കണിയിലേക്കുള്ള ഡോർ അടച്ച് ലോക്ക് ചെയ്തിട്ട് ചാർജിലിട്ട ഫോണും എടുത്ത് അവൻ ബെഡിനരികിലേക്ക് നടന്നു. സഞ്ജു അത്യാവശ്യമായി റിപ്ലൈ കൊടുക്കേണ്ട മെയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗീതു ഫ്രഷായി വന്നത്. ഇടയ്ക്ക് വെള്ളമെടുക്കാൻ തിരിഞ്ഞ സഞ്ജു കാണുന്നത് അവിടെ നിന്ന് പരുങ്ങി കളിക്കുന്ന ഗീതുവിനെയാണ്. അത് കണ്ട് അവന്റെ നെറ്റി ചൊളിഞ്ഞു. എന്താ കുഞ്ഞാ അവിടെ തന്നെ നിൽക്കുന്നത്? കിടക്കുന്നില്ലേ നീ? അത് പിന്നെ ഞാൻ എവിടെയാ കിടക്ക? ഗീതുവിന്റെ വിക്കി വിക്കിയുള്ള ചോദ്യം കേട്ട് സഞ്ജുവിന് ചിരി പൊട്ടി. എന്തേ ഇത്രയും വലിയ ബെഡ് പോരെ ഈ കുഞ്ഞിപ്പെണ്ണിന് കിടക്കാൻ? അത് ഞാൻ ഗീതു പിന്നെയും നിന്ന് പരുങ്ങുവാണ്. മരിയൊക്കെ ഒന്ന് കിടക്കടി. അവന്റെ ശബ്ദം ഉയർന്നതും ഗീതു പെട്ടെന്ന് ബെഡിൽ കയറി കിടന്ന് അവിടെ ഉണ്ടായിരുന്ന കംഫർട്ട് എടുത്ത് തല വഴി മൂടി. പാവം കൊച്ച് അപ്പോഴും നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ കയ്യിലെ ഫോൺ അടുത്തുള്ള ടേബിളിലേക്ക് വെച്ച് അവനും കിടന്നു.